ആ സൂറത്തുൽ മുൽക്ക് എന്ന് പറയുന്ന ആ സൂറത്തുണ്ടല്ലോ, ഒരുപാടൊന്നുമില്ല വാപ്പാ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2.25 പേജ് 30 ആയത്തുകളാണുള്ളത്. റസൂലുള്ളാഹിയുടെ മുന്നിൽ വന്നിട്ട് പേടിച്ചുകൊണ്ട് പറയുന്നു, നബിയേ, ഖബറിന്റെ അകത്തിരുന്ന് ഖുർആൻ ഓതുന്ന നബിയേ, അത്ഭുതമായിട്ട് പറഞ്ഞപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, അതിൽ അത്ഭുതമൊന്നുമില്ല, സൂറത്തുൽ മുൽക്ക് ഓതുന്നവൻ ഇതിനേക്കാളും അത്ഭുതമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, പ്രിയമുള്ളവര്, പണ്ടൊക്കെ ഉമ്മമാര് നിസ്കാരപ്പായിലിരുന്നു കൊണ്ട് മഗ്‌രിബ് കഴിയുമ്പോ സൂറത്തുൽ മുൽക്ക് ഓതുമായിരുന്നു. ആ 30 ആയത്തുകൾ ഓതുമായിരുന്നു. കാരണം അത് 6 അടി മണ്ണിലെ വെളിച്ചമാണ്, അത് 6 അടി മണ്ണിന്റെ അകത്ത് നിനക്ക് പ്രകാശമാണ്. അതുകൊണ്ട് നിനക്ക് പ്രയോജനമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അത് കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസമല്ല, സുബഹി നമസ്കാരത്തിൽ ഉസ്താദന്മാരെന്ന് ഓതുന്ന ഒരു സൂറത്തുണ്ട്. വെള്ളിയാഴ്ച സുബഹി നമസ്കാരത്തിൽ ഉസ്താദ് ഓതുന്ന ഒരു സൂറത്തുണ്ട്. ഏത് സൂറത്താ? ഖുൽ ഹുവല്ലാഹ്. പറഞ്ഞങ്ങാതി ഏത് സൂറത്താ? സൂറത്ത് സജദ. അതും ഒരുപാട് ആയത്തൊന്നുമില്ല, അതും 3 പേജേ ഉള്ളൂ. സൂറത്തു സജദ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. ഏതെങ്കിലും ഒരു മനുഷ്യന് സൂറത്തുൽ മുൽക്കും സൂറത്തു സജദയും ഈ 2 അധ്യായങ്ങള് മഗ്‌രിബിന്റെ ഇശാഇന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഓതിയാ അവന് ഉംറ ചെയ്ത കൂലിയുണ്ടെന്നാണ്. മറ്റൊരു ഹദീസിൽ ഹജ്ജും ഉംറയും ചെയ്ത കൂലി. അല്ലാഹുവേ, മഗ്‌രിബിന്റെ ഇശാഇന്റെ ഇടയിൽ സൂറത്തുൽ മുൽക്ക് തബാറകല്ലദി, അതുപോലെ സൂറത്തു സജദ, ഈ 2 അധ്യായങ്ങൾ ഓതുന്ന മനുഷ്യന് ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം കിട്ടുമെന്ന് ഹദീസിൽ കാണാം. എല്ലാ ദിവസവും ഹജ്ജും ഉംറയും ചെയ്യാൻ ഭാഗ്യം കിട്ടിയവർ, എല്ലാ ദിവസവും ഹജ്ജും ഉംറയും ചെയ്യാൻ ഭാഗ്യം കിട്ടിയവർ, എന്റെ പ്രിയമുള്ളവരെ, ഇതിനേക്കാളും വലിയ പ്രതിഫലം എന്താ? എന്റെ പ്രിയമുള്ളവരെ, മഗ്‌രിബിന്റെ ഇശാഇന്റെ ഇടയിലെ കാര്യമാ പറയുന്നത്. ഇത്രയും ചെയ്ത് കഴിയുമ്പോ സുബ്ഹാനല്ലാഹ്, ഇശാഇന്റെ ബാങ്ക് വിളിക്കാ സമയമായി, ഇശാഇന്റെ ബാങ്ക് വിളിക്കാ സമയമായി. പടച്ചവനെ, നിസ്കാരപ്പായിൽ വെറുതെ ഇരുന്നാൽ ഒരു അമലും നീ ചെയ്യണ്ട. ഏതെങ്കിലും ഒരു മനുഷ്യൻ നിസ്കാരപ്പായിൽ ചുമ്മാതിരുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അൽ മലായികത്തു തുസല്ലി അലാ അഹദികും മാദാമ ഫീ മുസല്ലാ الذي صلى فيه ما لم يحدث تقول اللهم اغفر له اللهم اغفر له اللهم ارحمه. ഏതെങ്കിലും ഒരു മനുഷ്യൻ നമസ്കാരം കഴിഞ്ഞ് നിസ്കാരപ്പായിൽ ഓടല്ലേ വാപ്പാ, ഓടല്ലേ ചെറുപ്പക്കാരാ, എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങന്മാരെ, നമസ്കാരം കഴിഞ്ഞാൽ ഒരല്പനേരം നിങ്ങളെ മുസല്ലക്കകത്തിരിക്കണേ. തിരുതി കാണിക്കല്ലേ, തിരുതി കാണിക്കല്ലേ, എഴുന്നേറ്റ് ഓടല്ലേ നിസ്കാരപ്പായില. അവിടെ ഇരുന്നുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്നാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ. ഫർള് നമസ്കരിച്ചിട്ട് ഒരു മനുഷ്യന് അതേ ഇരിപ്പിലിരുന്നു കൊണ്ട് സംസാരിക്കാതെ ദുആ ചെയ്ത അവന്റെ ദുആയിന് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ പറഞ്ഞു തന്നത്. അതുകൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യൂ. നീ ദിക്റ് പറയാതെ ആ നിസ്കാരപ്പായിൽ മിണ്ടാതിരുന്ന